വെൽക്കം ടു കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഒരാളെ അസാസിൻ ചെയ്യാനാണ്. പുള്ളിക്കാരനൊരു ദുഷ്ടൻ കേട്ടോ, പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയില്ല. സോ നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ വേറൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ പേര് മിഷൻ ഇമ്പോസിബിൾ എന്നൊന്നുമല്ല കേട്ടോ, ബട്ട് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ് നമ്മളിന്ന് കാണാൻ പോകും. അതിൻ്റെ റിവ്യൂ വേഗം വരുന്ന ഡേ എവിടെ. ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ. ഓക്കെ, അയ്യോ ഗൈസ്, ഇപ്പം ഞാൻ വടിയായിനെ. നമുക്കാണെങ്കിൽ അവിടെ അപ്പുറത്തൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പം നമ്മളാണെങ്കിൽ അങ്ങോട്ട് മിസൈൽ വിടണം ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ അതൊന്നു ആ ഒരു ബിൽഡിങ് ഗൈസ്, ഒരു വൈറ്റ് ഡോട്ടുള്ള. യെസ് ഗൈസ്, അപ്പം അവൻ ഡെഡായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഈ ബിൽഡിങ്സിലെല്ലാം അവൻ്റെ ക്രൂ മെമ്പേഴ്സ് ആട്ടോ ഗൈസ്. അത് ഈ ബിൽഡിങ് എല്ലാം അവൻ്റെ ക്രൂ മെമ്പേഴ്സാണ്. ഓ ഗായ്സ്, നമുക്ക് പണി കിട്ടി ഗായ്സ്. അമ്മേ ഭാഗ്യത്തിന് നമ്മൾ ആർമാരിട്ടുകൊണ്ട് രക്ഷ കിട്ടും. ഒരു കണ്ണ് ഏടേ പോടാ ഞാൻ ഇനിയിപ്പോൾ ഓടിയാക്കാട്ടോ. യെസ് ഗൈസ്, ഗൈസ് അപ്പോൾ ഇവരെയും കൂടി നമുക്കൊന്ന് അടി ആക്കിയേക്കാം. ബിക്കോസ് ഇത് അവരുടെ കമ്പനിയിലുള്ള ആൾക്കാരാണ്. യോ ചേട്ടാ നിൽക്ക് ചേട്ടാ നിൽക്ക്, വണ്ടി നിർത്ത ചേട്ടാ, എനിക്ക് വീട്ടിൽ പോകണം. എന്നെ ചേട്ടാ എടാ രമേശ, നീ എന്ത് റോട്ടിൽ കൂടി ഓടുന്നേ? ആയി ചേച്ചി വാക്കിങ്. നമ്മളാണെങ്കിൽ പിന്നെ ഈ മറ്റേ ഏതായിരുന്നു പോർട്ട് റിച്ച് സീസൺ 2 ആട്ടോ. ബട്ട് പോർട്ട് റിച്ച് സീസണിൽ 1 പോലെ അത്രയും ഇതൊന്നും ഇല്ല, അത്രയും എപ്പിസോഡൊന്നും ഇല്ല. കൂടിപ്പോയൊരു 3 എപ്പിസോഡ് അത്രേ ഉള്ളൂ. 3 കുറച്ച് ലോങ് ആക്കാൻ ഞാൻ നോക്കാം. കുറച്ചധികം എപ്പിസോഡ് ഉണ്ടാവും ചിലപ്പം. അയ്യാ ഗൈസ്, നമ്മളാണെങ്കിൽ പിന്നെ ഒരു പുതിയ വണ്ടി എടുത്തേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു പുതിയ വണ്ടി എടുത്ത് ലാംബോർഗിനി ഉറൂസ് എന്നാണ് എൻ്റെ പേര്. ലാംബോർഗിനി ഉറൂസ് പുതിയ വണ്ടിയാണ് ഗൈസ് അത്. രാവിലെ തന്നെ ഓരോരോ കണ്ണാപ്പി ഇറങ്ങിയല്ലോ ഗൈസ്. ഇതെന്താ ഞാൻ ചുമ്മാ ചോദിച്ചു കേട്ടോ ഗൈസ്. നമ്മൾ ഇതെങ്ങനെ ഇരുന്ന വണ്ടിയാണെന്ന് നോക്കിയേ. നമ്മൾ ഇടിച്ച് എല്ലാ ഡോറും പോയി ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ വണ്ടി അവിടെ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ യൂട്ടേൺ എടുക്കുക, യൂട്ടേൺ സോ അയ്യോ, നമുക്കാണെങ്കിൽ നമ്മളുടെ പുതിയ വീട്ടിലൊന്ന് പോകണം ഗൈസ്. ഇവൻ്റെ ഈ ഒരു അഭിനയം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. ഇതെന്തെന്ന് ഇവനാണെങ്കിൽ എന്നൊക്കെ പറയും രമേശൻ. നമ്മളങ്ങ് കളിയാക്കൊന്നും വേണ്ടേ, നമ്മളെ വെച്ചാണ് നീ ഇത്രയും കാലം പോർട്ട് റിച്ച് ഒക്കെ എടുത്ത്. അത് ശരിയാ. അയ്യോ, എൻ്റെ ഡോറെങ്ങനെ പൊളിഞ്ഞു പോയി. അയ്യോ, ഇനി അത് വേണം. നമുക്ക് പുതിയ ഒന്ന് ഓർഡർ ചെയ്യാം. കത്തിച്ചളഞ്ഞേക്കത് അല്ല, പിന്നെ നമുക്ക് പുതിയതൊന്ന് ഓർഡർ ചെയ്യാം ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ പോർട്ട് റിച്ച് ഒക്കെ ചെയ്ത് പോർട്ട് റിച്ച് സീസൺ 1 ഒക്കെ ചെയ്ത് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പോർട്ട് റിച്ച് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോർട്ട് റിച്ച് സീസൺ 1 പോർട്ട് റിച്ച് പാർട്ട് 1 ഒക്കെ ഉണ്ട്, അത് കാണുക. ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ഓക്കെ. അപ്പോൾ നമ്മൾ 3 8 3 5 3 8 3 8 3 5 ഇങ്ങനെയാണ് ഗൈസ്. എവിടെ ഒന്നും കൂടി നോക്കാം ഗൈസ്. ഇതാണ് 3 8 3 5. ഇതാണ് ഗൈസ് കമ്പനീൻ്റെ നമ്പർ. അവരിപ്പം ഇങ്ങനെ ഹെലികോപ്റ്റർ എന്നല്ല, ഞാൻ ഒരു ഡിവൈസ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവർക്കാണെങ്കിൽ ഇങ്ങനെ സ്പോൺ ചെയ്ത് തരാൻ പറ്റും. സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ഒന്ന് മാറ്റി പിടിക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ ഗായ്സ്, ഓക്കെ 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 ഓക്കെ. ഡൈനാമിക് ഡൂ ഓക്കെ ഗേസ്. ഇപ്പം നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ ഹെഡ്ഷോട്ടടിക്കും. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു മിഷൻ ചെയ്തില്ലേ മറ്റേ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് മറ്റേ ചേച്ചീനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആ ചേച്ചീനെയൊക്കെ കണ്ടിട്ട് ആ ഒരു മിഷൻ എനിക്ക് പോലീസിൽ നിന്ന് തന്നെയാണ്. അപ്പം ഞാൻ പോലീസ് ആയെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എന്താ ഒരു മെസ്സേജ് എനിക്ക് വന്നല്ലോ. അമ്മേ ഇടുക്ക് പോണം. എന്താ നോക്കണം നോട്ടിഫിക്കേഷൻസ്. അതൊന്നുമില്ല, ചുമ്മാ സ്കാമാ. അതൊന്നുമില്ല. ഗസ്നൊരു കാര്യം പറഞ്ഞേ, പോലീസിനോട് ചോദിക്കാട്ടെ ഞാനെന്തിനാ ഇങ്ങോട്ട് കയറിപ്പോയേ. നീ എന്ന് ഇപ്പോൾ ഇറങ്ങി വന്നേ? സാറാണല്ലോ വിളിച്ചേ? ഞാനാ നിന്നെ വിളിച്ചേ. സാറേ, ഞാൻ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. മിഷൻ കംപ്ലീറ്റ് ആക്കിയോ? ആക്കി. വെൽ ഡൺ. എടാ നീ പിന്നെ ഉണ്ടല്ലോ, ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? നീ മോളിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള വെപ്പൺസും പിന്നെ നിനക്കിഷ്ടമുള്ള ഒരു യൂണിഫോം എടുത്തിട്. യെസ് ഗൈസ്, അപ്പം നമുക്ക് ഒരു പോലീസ് ജോലി കിട്ടിയേക്കുവാണ്. എൻ്റെ കസിനായിട്ടുള്ള കാരിമിനാറ്റിക്ക് ഓൾറെഡി ഒരു പോലീസ് ആണ്. അപ്പോൾ പുള്ളിക്കാരനെ കുറേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ഇതുണ്ട്. കാരിമിനാറ്റി ക്യാരക്ടർ എന്നുവെച്ചാൽ എൻ്റെ കസിൻ, എന്നുവെച്ചാൽ രമേശിൻ്റെ കസിനായിട്ട് കളിച്ചവനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ്? എന്താണ് ഗൈസ്? ഗൈസ് ഒന്നും വിചാരിക്കില്ലേ, എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ചെറുതായിട്ട് പറ്റിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ഈ ഒരു ഗ്ലാസ്സില്ലേ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്, ആ ഒരു ഗ്ലാസ് വെച്ച് എനിക്ക് യൂണിഫോം എല്ലാം കാണാൻ പറ്റും. നമ്മൾ സാധാരണ കാണുന്ന പോലെ കാണാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എനിക്ക് ഈ ഒരു മിലിറ്ററി പാൻറ്റും വൈറ്റ് ബനിയനും, അല്ല മിലിറ്ററി മിലിറ്ററി ഷർട്ടും മിലിറ്ററി ട്രൗസറുമാണ് ഗൈസ് എനിക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, അറിയാണ്ട് ഞാൻ പറഞ്ഞതാ. സോ നമുക്കാണെങ്കിൽ മിലിറ്ററി ഷർട്ടോടെ ഇങ്ങനെ നമുക്ക് മിലിറ്ററി ഷർട്ട് മിലിറ്ററി ഷോർട്ട്സും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇത് പോവാം. ഈ വെപ്പൺസ് ഞാൻ എടുത്തില്ല. ഇത് എങ്ങോട്ടടി പോകുന്നത്? എനിക്ക് മിഷൻ ഗൺ വേണം, പിന്നെ അതായിരുന്നു C4 വേണം, പിന്നെ എനിക്ക് പിസ്റ്റൾ വേണം, പിന്നെ എനിക്ക് സ്നൈപ്പർ വേണം, പിന്നെ എനിക്ക് RPG ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. RPG AK-47 നമുക്ക് ഓൾറെഡി ഉണ്ട്. അല്ല, ഞാനിത് ഇങ്ങോട്ട് മിഷൻ അറിയണ്ടേ അടുത്ത സാറേ? എന്തടോ അടുത്ത മിഷൻ? അടുത്ത മിഷൻ ഞാൻ പറയാൻ വിട്ടുപോയി. അടുത്ത മിഷൻ എന്ന് വെച്ചാൽ
നീ ആണെങ്കിൽ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ നമ്മളുടെ അടുത്തൊരു സിറ്റി ഇല്ലേ, അടുത്ത ഏത് സിറ്റി, അടുത്തൊരു സിറ്റി ഒരു തലവനുണ്ട്. ആ തലവനെ നീ ഒന്ന് വടിയാക്കണം. ഞാൻ തന്നെ പോയി എന്തിനാടെ പുള്ളീൻ്റെ 16 നടത്തുന്നേ? എടാ 16 നടത്താൻ അവൻ ഓൾറെഡി മരിച്ചില്ല. നീ പോയി അവനെ ഒന്ന് വടിയാക്കണം, അത്രേ ഉള്ളൂ. എപ്പം? അവനാണെങ്കിൽ നാളെ രാവിലെ അവൻ്റെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് അവനാണെങ്കിൽ കോങ്ജു സിറ്റിയിലോട്ട് അവൻ പോവും. അതിന് മുമ്പേ നീ അവനെ പിടിച്ച് നമുക്ക് തരണം. കോങ്ജു സിറ്റി വളരെ കേട്ടുപരിചയമുള്ള പേര്. നമ്മളുടെ എൻ്റെ കസിനായിട്ടുള്ളവൻ പോയിട്ടുള്ളതാണല്ലോ കോങ്ജു സിറ്റിയിൽ. ഗായ്സ് ഞാൻ പെട്ടുപോയി ഗായ്സ്, ഇവിടെ പെട്ടുപോയി. അയ്യോ ഗായ്സ് ഞാനിവിടെ പെട്ടുപോയി ഗായ്സ്, ഞാൻ പെട്ടുപോയി. അപ്പം ഇവിടെ പെട്ടുപോയി. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ഇറങ്ങാൻ നോക്കട്ടെ. ഏയ് സാറേ ഇവനിതോടെ ഇവിടെ പെട്ടുപോയോ? സാറേ എന്നെ തുറന്നു വിടാൻ കീ എൻ്റെ കയ്യിലില്ല. ഇതെന്തിട്ടാണിത് ഗായ്സ്? അപ്പോൾ നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടിയതാണ്. പോലീസുകാരും നമ്മളെ ചതിച്ചു. അപ്പം എന്നാ ചെയ്യാനാ? നമുക്ക് പോലീസുകാരൻ്റെ സമ്മതിച്ചയച്ചില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു ചെറിയ തോളയുണ്ട്, ഞാൻ വീണുപോയി ഇവിടെ. ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുമോ? അത് മറച്ച് വെച്ചേക്കാം, പെയിൻ്റ് അടിച്ച് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും മാക്സിമം എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എപ്പിസോഡ് 2-ൽ ഞാനാണെങ്കിൽ എൻ്റെ പുതിയ വീടും കാണിച്ചു തരാം. പിന്നെ മറ്റേ ഈ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു ക്രിമിനലിനെ ഞാൻ കൊല്ലും ഗൈസ്. സോ ബൈ.